പക്ഷെ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പൊ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് അതിനെന്തായിരിക്കും പാളിച്ച പറ്റിയിട്ടുണ്ടാവുന്ന പിന്നീട് ചിന്തിച്ചപ്പോൾ കിട്ടിയ ഉത്തരം? അങ്ങനെ പാളിച്ചൊന്നും പറയാനില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഡിയർ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആ സിനിമ എങ്ങനെയാണ്, എന്തായിരിക്കും അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് എന്നുള്ളത്. പവി കാറ്റഗറി ചെയ്യുമ്പോഴും എനിക്കറിയാം അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, നമ്മൾ അല്ലാതെ അബദ്ധത്തിൽ അല്ലെങ്കിൽ പാളിച്ചെന്ന് പറയാനില്ല. അതിനകത്ത് ഇപ്പോൾ പവി കാറ്റഗറി ചെയ്യുന്ന സമയത്ത് ഞാൻ കൺസീവ് ചെയ്ത പോലുള്ളൊരു സിനിമയല്ല ദിലീപേട്ടൻ കൺസീവ് ചെയ്തിരുന്നത്. അപ്പോൾ ദിലീപേട്ടനെ പോലുള്ളൊരു ആർട്ടിസ്റ്റ് അതിനകത്ത് വരുമ്പോൾ ഞാൻ ഇത്രയും ലൗഡർ ആയിട്ടുള്ളൊരു സിനിമ ആയിരുന്നില്ല. എൻ്റെ പവിത്രൻ കുറച്ചുകൂടെ സെറ്റിലായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ദിലീപേട്ടൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിനെയും കൂടെ കാറ്റർ ചെയ്യുന്ന രീതിയിലായിരിക്കും അദ്ദേഹം ആ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ പവി കാറ്റേക്കർ എന്ന് പറയുന്ന സിനിമ അത് നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയ സിനിമയല്ല, അത് സാമ്പത്തികമായിട്ട് തന്നെ ലാഭം കിട്ടിയ ഒരു സിനിമയാണ്. അപ്പോൾ അത് ഉണ്ടാക്കണമെങ്കിൽ ആ രീതിയിൽ ആ സിനിമയെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, അതിൻ്റെ ഒരു പേസിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്, അതിൻ്റെ ഒരു നെറേഷൻ ഞാൻ ആദ്യം കൺസീവ് ചെയ്തതിൽ നിന്ന് പിന്നീട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ദിലീപ് എന്ന് പറയുന്ന ഒരു ആക്ടർ അതിനകത്തേക്ക് വന്നപ്പോഴാണ്.